Fifth question, write the IUPAC names of the following organic compounds. A, B എന്ന് പറഞ്ഞിട്ട് 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ CH3, CH2, CHCl, CH3 എന്ന ഓർഗാനിക് കോമ്പൗണ്ടാണ് തന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ കാർബൺ ചെയിൻ ആണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുക. സോ അതിൽ എത്ര കാർബണാറ്റ് ഉണ്ട്? 1, 2, 3, 4 4 കാർബണാറ്റ് ഉണ്ട്. സോ അതിൻ്റെ പേരെന്താവും? മെയിൻ ചെയിൻ്റെ പേര് ബ്യൂട്ടെയിൻ എന്നാണ്. ഇനി ഇതിൽ വന്നിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? Cl ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വിളിക്കുക? ക്ലോറോ ബ്യൂട്ടെയിൻ എന്ന് വിളിക്കും. ഇനി നമുക്ക് നമ്പർ ചെയ്യണം. സോ നമ്മൾ എത്രാമത്തെ കാർബണിൻ്റെ മേലെയാണ് ക്ലോറിൻ ആറ്റം ബോണ്ട് ചെയ്തിട്ടുള്ളത് നോക്കുക. സോ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ 1, 2, 3 എന്നുള്ള നമ്പറാണ് വരിക. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നെയിം ചെയ്യുമ്പോഴോ 1, 2, 3, 4 സെക്കൻഡ് കാർബൺ ആറ്റത്തുമ്മലാണ് ക്ലോറിൻ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ബോണ്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഏത് നമ്പറാണ് സെലക്ട് ചെയ്യുക? ചെറിയ നമ്പറാണ് സെലക്ട് ചെയ്യുക. സോ നമ്മുടെ ആൻസർ എന്താ വരിക? 2 ക്ലോറോ ബ്യൂട്ടെയിൻ എന്നാണ്. ഇനി നമുക്ക് ബി നോക്കാം. ബി ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എത്ര കാർബണാറ്റ് ഉണ്ട് നോക്കുക? 1, 2, 3, 4, 5 കാർബണാറ്റ് ഉണ്ട്. പിന്നെ ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. 5 ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വേർഡ് റൂട്ട് എന്താ വരിക? പെൻറ്റ് എന്നാണ് വരിക. ഇനി ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെൻഡൈൻ എന്ന് വിളിക്കും. പെൻറ്റ് YNE എന്നാണ് നമ്മൾ വിളിക്കുക അല്ലേ. ഇനി ഇത് എത്രാമത്തെ കാർബണിൻ്റെ മേലെ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. സോ നമ്മൾ എണ്ണുമ്പോൾ 1, 2, 3, 4, 5 സെക്കൻഡ് കാർബണാറ്റത്തുമ്മലാണ് അല്ലെങ്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ് കാർബണാറ്റ് ഷെയർ ചെയ്തിട്ടാണ് ആ ട്രിപ്പിൾ ബോണ്ട് നിൽക്കുന്നത്. അതിൽ നമ്മൾ ചെറിയ നമ്പർ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക? പെൻറ്റ് ഒരു ഹൈഫൺ ഇടുക, 2 ഒരു ഹൈഫൺ ഇടുക, YNE എന്ന് എഴുതുക. പെൻറ്റ് 2 IN എന്നാണ് അതിൻ്റെ IUPAC നെയിം വരിക.